ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പായിക്കാട്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുകാറ്റിൻ്റെ യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ, കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. 6 ചോദ്യങ്ങളിലൂടെ നാം കടന്നുപോയി. അതിൻ്റെ ഉത്തരങ്ങളും നാം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ 2ാം അധ്യായമാണ് തുടങ്ങുന്നത്. 1ാം അധ്യായം 3ാമത്തെ ചോദ്യത്തിൽ നിന്ന് ആരംഭിച്ച് 2ാം അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ 7ാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരവുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1ാം അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. ഹീ ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗാഡ്. He is the image of the invisible God. The letter of Saint Paul to the Colossians, chapter 1, verse 15. He is the image of the invisible God. നമുക്ക് കാണപ്പെടാത്ത ആ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് യേശുക്രിസ്തു. അപ്പോൾ ഇന്നത്തെ ചോദ്യം നമ്മൾ കാണുന്നത് ഇതാണ്: താൻ എങ്ങനെയായി, അതായത് എൻ്റെ ആരംഭം ഇങ്ങനെയാണ്, ദൈവം മനുഷ്യരായ നമ്മെ സമീപിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം മനുഷ്യരായ നമ്മെ സമീപിക്കുന്നു. ചോദ്യം: താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന്, ദൈവം എങ്ങനെ ഇരിക്കുന്നുവെന്ന് മനുഷ്യരെ കാണിച്ചു തന്നത് എങ്ങനെയാണ്? താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടി ദൈവം എന്തുകൊണ്ടാണ് തന്നെ കാണിച്ചത്? താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് മനുഷ്യരായി നമ്മെ കാണിക്കുവാൻ വേണ്ടി ദൈവം എന്തുകൊണ്ടാണ് നമ്മെ കാണിച്ചത്? നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെയാണ്. ആദ്യകാലങ്ങളിൽ പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. മോശയെ കാണിച്ചു, മോശ ദൈവത്തെ കണ്ടു. എന്നാൽ പോലും അത് പൂർണ്ണമായ രൂപത്തിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ ദൈവത്തെ നാം കണ്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. അത് ഈശോ പറയുന്നുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10ാം അധ്യായം 30ാം വാക്യം നാം കാണുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ ഈ ദൈവത്തെ നാം കാണുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പം ഉത്തരം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് തന്നെ ദൈവമുണ്ടെന്ന് യുക്തി കൊണ്ട് മനുഷ്യന് അറിയാൻ നമ്മൾ കണ്ടതാണ്. യുക്തി കൊണ്ട് മനുഷ്യനെ അറിയാൻ പറ്റും. ദൈവമുണ്ടെന്ന് യുക്തി കൊണ്ട് അറിയാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവനാണെന്ന് അറിയാനാവുകയില്ല. എന്നാലും താൻ അറിയപ്പെടാൻ ദൈവം ഏറെ ആഗ്രഹിച്ചതുകൊണ്ട് അവിടുന്ന് സ്വയം നമുക്ക് വെളിപ്പെടുത്തി. ഇനി എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? തന്നെ വെളിപ്പെടുത്തുക, അതായത് മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ വെളിപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ ആവശ്യമുള്ള കാര്യമേ അല്ല. പക്ഷേ ഔട്ട് ഓഫ് ലവ്, God did not have to reveal himself to us, but out of love he revealed to us. അല്ലേ? സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം, ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. താൻ എങ്ങനെയുള്ളവനാണെന്ന് മനുഷ്യരെ കാണിക്കേണ്ട ആവശ്യകതയൊന്നും ദൈവത്തിനില്ല. പക്ഷേ ദൈവം ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ സ്നേഹം മൂലം അവിടുന്ന് നമ്മെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി. ഇനിയും എങ്ങനെ നമുക്കറിയാമല്ലോ, നമ്മളൊരാളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ ഉള്ളതുപോലെ അറിയണമെങ്കിൽ ആ വ്യക്തി തന്നെ നമുക്ക് തുറന്ന് കാണിക്കണം. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടാവണം. ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടായാൽ മാത്രമേ
ആ വ്യക്തിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളും തിരിച്ചങ്ങനെയാണ്. അവിടെയാണ് ഒരു തുറവിയുള്ളത്. ദൈവം മുഴുവനായി നമ്മെ സ്വയം തന്നുകൊണ്ട് സ്നേഹിച്ച വ്യക്തിയാണ്. ദൈവത്തെ അറിയാൻ പറ്റില്ല എന്ന് പറയുക, ദൈവത്തെ കാണാൻ പറ്റില്ല എന്ന് പറയുക, അതൊക്കെ മൂഢത്തരമാണ്. ശരിക്കും ദൈവത്തെ നമുക്ക് സ്നേഹത്തിലൂടെ കാണാൻ പറ്റും. ആ ദൈവത്തെ ഒന്ന് അറിഞ്ഞ് സ്നേഹിച്ചാൽ ദൈവം നിൻ്റെ കൂടെ നിൽക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കുന്ന നല്ലവനായ ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ദൈവം നമ്മെ വെളിപ്പെടുത്തിയത് അവിടുത്തെ സ്നേഹത്തിലൂടെയാണെന്ന് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായം ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങളത് വായിക്കണം. ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു, ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്